ഇവിടെ ഇയാൾക്കൊരു പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർ വന്ന് പറയാണ്. അപ്പൊ തന്നെ ഇയാൾ പെട്ടെന്നിരുന്ന് കരയാൻ തുടങ്ങാണ്. ഇപ്പോഴും പഴയ ആൾക്കാരെ പോലെ തന്നെ പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ കരയുന്നൊക്കെ പറഞ്ഞു. ഞാൻ കരയുന്നതിന് വേറൊരു കാരണം ഉണ്ടെന്ന് പറയാനായത്. പുറത്തോട്ട് നോക്കുമ്പോൾ ഇവരുടെ നാട്ടുകാരും മുത്തു ഇയാൾക്ക് പെൺകുഞ്ഞ് ജനിച്ചെന്ന് പറഞ്ഞാൽ ആടിപ്പാടി ആഘോഷിക്കാൻ തുടങ്ങാണ്. കാരണം 22 വർഷമായിട്ട് ഇവരുടെ ഗ്രാമത്തിൽ ഒരു പെൺകുഞ്ഞ് പോലും ജനിച്ചിട്ടില്ല. ഇപ്പൊ ആ ഗ്രാമത്തിലുള്ള 60 പേർക്കും 60 ആൺകുഞ്ഞുങ്ങൾ മാത്രം ജനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ 60 ആൺപിള്ളേർക്ക് എങ്ങനെ കല്യാണം കഴിപ്പിക്കും പെണ്ണെവിടെ നിന്നപ്പോൾ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, പെൺകുഞ്ഞില്ലാത്തതുകൊണ്ടാണ് അവരുടെ നാട്ടിൽ മഴ പെയ്യാത്തതെന്നൊക്കെ അവർ വിചാരിക്കുകയാണ്. അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ചിട്ടു അവിടെ മഴ പെയ്യാൻ തുടങ്ങാണ്. അപ്പോൾ തന്നെ അവിടുത്തെ ആ നാടിന്റെ തലവൻ ഈ കുഞ്ഞ് വളർന്നു വലുതായതു ഈ 60 പേരിൽ ഒരാളെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറയാണ്. ഈ പെൺകുഞ്ഞാണ് ഈ നാട്ടിൽ തന്നെ ഭാഗ്യവും, ഈ നാട് വിട്ട് ഇവള് പുറത്തു വരുന്നൊക്കെ പറയാണ്. എന്റെ മകള് രാജാവിനെ പോലെ വളർന്നെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിന് ഇയാളുടെ അച്ഛൻ ആ രാജാന്ന് തന്നെ പേര് വെക്കാണ്. അങ്ങനെ ഈ പെൺകുഞ്ഞിന് പേര് വെക്കുന്ന ചടങ്ങിന് പോലും ആ 60 ആമ്പിള്ളേരും ചുറ്റിയിരുന്നിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ പോലും ആ 60 പിള്ളേരും ഇവളെ നടത്തിക്കാതെ തൂക്കിക്കൊണ്ടുവരാണ്. ഈ പെണ്ണ് വളരുന്നോറും ആ 60 ആമ്പിള്ളേരും ഇരച്ച പെണ്ണിനെ പ്രേമിക്കാൻ തുടങ്ങാണ്. പക്ഷെ ഈ പെണ്ണു പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഈ 60 പേരുടെ കഴിഞ്ഞ് ഇവളെ രക്ഷിക്കുന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പെണ്ണും +2 സ്റ്റേറ്റ് ലെവൽ എത്താണ്. അതുകൊണ്ട് തന്നെ പുറത്തു പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. നീ ഈ നാടിന്റെ ഭാഗ്യമാണ്, അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് പുറത്തു വിടാൻ പറ്റില്ല എന്നൊക്കെ ആ നാടിന്റെ തലവർ പറയാണ്. അങ്ങനെ ഇരിക്കെ ഇവരുടെ നാട്ടിലേക്ക് ഒരു ബിൽഡിംഗ് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറും അയാളുടെ അസിസ്റ്റന്റും വരുന്നത്. അങ്ങനെ 60 പേരും കൂടി നിൽക്കാണ് ആ നാട്ടിലെ തലവരെ അങ്ങോട്ട് വരാണ്. എന്നിട്ട് ഇവരോട് എവിടെയാണ് ബിൽഡിംഗ് കെട്ടലെന്ന് ചോദിച്ചിട്ടും കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവരെ നടത്തിക്കാൻ തുടങ്ങാണ്. പക്ഷെ ആ 60 പേരും ഇവനെ രാവിലെ എങ്ങനെ ഇവിടെ അലയാൻ വിട്ട് കഴിഞ്ഞാൽ രാജ കണ്ടു കഴിഞ്ഞാൽ എന്താവും, അതുകൊണ്ട് ഇവനോട് രാത്രി ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇവനും രാജയോ അതാരാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചിട്ടു. ശരി, അതൊക്കെ വിട്, എവിടെയാണ് ബിൽഡിംഗ് കെട്ടേണ്ടത്, എന്ത് ബിൽഡിംഗ് ആണ് കെട്ടേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടും ആ നാട്ടിലെ തലവരി ഇവിടെ 60 വീട്ടുകൾക്കും ചേർത്തിട്ട് നീ ടോയ്ലറ്റ് കെട്ടണമെന്ന് പറയാണ്. ഇത് കേട്ടതും നമ്മുടെ ഹീറോ എന്നെ ഷോക്കാവാണ്. കാരണം ഇവന് ഒരു ബിൽഡിംഗ് കെട്ടണമെന്നാണ് ആഗ്രഹം, പക്ഷെ അത് ടോയ്ലറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടില്ല. ശരി, എവിടെയാണ് കെട്ടേണ്ടതെന്ന് ചോദിച്ചിട്ടു ഈ നാട് കഴിഞ്ഞ് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലം കാണിച്ചിട്ട് അവിടെയാണ് കെട്ടേണ്ടതെന്ന് പറയാണ്. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അടുത്തല്ലേ കെട്ടേണ്ടത്, നിങ്ങൾ ഞാൻ ഇവിടെ കെട്ടണമെന്ന് ചോദിച്ചിട്ടോ അവരൊക്കെ വീട്ടിൻ്റെ അടുത്താണെങ്കിൽ നാട്ടടിക്കില്ലേ ഇവിടെ കെട്ടാൻ വേണ്ടി പറയാണ്. അങ്ങനെ ആ പെണ്ണ് ഇവനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്റെ മുഖമൊക്കെ കെട്ടിയിട്ടാണ് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ജോലി ചെയ്യാൻ വേണ്ടി ആളില്ലെന്ന് പറഞ്ഞു. എന്തിനാ വേറെ ആൾ, ഞങ്ങൾ തന്നെ കെട്ടിത്തരാന്ന് 60 പേരും പറയാണ്. അങ്ങനെ ഇവന് എങ്ങനെയാണ് അത് കെട്ടേണ്ടതെന്നൊക്കെ ഇവർക്ക് പഠിപ്പിക്കുകയാണ്. പക്ഷെ അതിൽ ചെങ്കലിലെടുത്ത് രാജാന്ന് എഴുതി വെക്കാണ്. രാജാന്ന് എഴുതിയിട്ട് അത് തന്നെ ചെങ്കലോണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമല്ല 3 മണിക്കൂറെ പാർക്ക് ചെയ്യുന്നുള്ളൂ. ഇതിൽ കൂടുതൽ ഉറപ്പുള്ള വെച്ച് കഴിഞ്ഞാൽ രാജ സൈറ്റ് അടിക്കാൻ പറ്റില്ല, കടലൊക്കെ അക്സസ് വിറ്റ് പറഞ്ഞിട്ട് അവർ പോവാണ്. അങ്ങനെ ഇത്രയും ബിൽഡപ്പ് കൊടുക്കുന്ന ആ പെണ്ണിനെ കാണുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോയെ രാത്രി എല്ലാവരുടെ കണ്ണു പിടിച്ചിറങ്ങാണ്. അങ്ങനെ ഇവൻ അവൾ കാണും ചെയ്യാറ്, ആക്സിഡന്റലായിട്ട് കിസ് പഠിക്കാണ്. അങ്ങനെ ഇവന്റെ കണ്ണ് കെട്ടിയിട്ടുള്ള ആ ബാത്റൂമിലൊക്കെ ഉദ്ഘാടനം ചെയ്യാന്. അങ്ങനെ ഓരോന്ന് തുറന്നു നോക്കുമ്പോൾ അവന്മാര് ക്ലോസറ്റ് ചുമരിൽ കെട്ടി വെച്ചിരിക്കാണ്, വേറെ ഒന്നില് ഊഞ്ഞാല് പോലെ കെട്ടി വെച്ചിരിക്കാണ്. അങ്ങനെ അവനും കണ്ടില്ലേ, കണ്ണ് കെട്ടിട്ട് ജോലി ചെയ്യാനാണെങ്കിൽ ഞാൻ ഈ പണി തന്നെ ചെയ്തെന്ന് പറയാൻ അവൻ. അങ്ങനെ വേറെ വഴിയിലാണ് അവർ ഓക്കേന്ന് പറയാന്. അങ്ങനെ ഹീറോയും രാജി ഒരു അമ്പലത്തിൽ കാണാണ്. അങ്ങനെ അഫ്കോഴ്സ് സംസാരിച്ച് ഇവർ ഇഷ്ടത്തിലാവാണ്. അങ്ങനെ ഇവരുടെ റിലേഷൻ അവർ നാട്ടുകാരെല്ലാവരും കയ്യോടെ പിടിക്കാണ്. അങ്ങനെ ആ നാട്ടിന്റെ തലവരും ഈ 60 പേര് നിനക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. ശരി, നീ വേറെ ആളെ കല്യാണം കഴിക്കാൻ പോകണം, കഴിച്ചോ, പക്ഷെ നിന്നെ തന്നെ വിചാരിച്ച് ഈ 60 പേർക്ക് കല്യാണം കഴിപ്പിച്ചിട്ട് നീ കഴിച്ചോന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഹൈദരാബാദ് പോവാണ്. അങ്ങനെ ഈ 60 പേർക്ക് പെണ്ണാലോചിക്കാൻ വേണ്ടി അവളും കൂടെ പോവാണ്. ആ മൊത്തം 60 പേര് കൂടെ പോവാണ്. അങ്ങനെ ഇവന്റെ വീട്ടിൽ കൊണ്ടുപോയത് ഇവന്റെ അച്ഛൻ ചീത്തവരാണ്. അതുകൊണ്ട് തന്നെ 60 പേർക്കും അവിടെ പെറുക്കുന്നത് ക്ലീൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ജോലി ആ അപ്പാർട്ട്മെന്റിലെ വാങ്ങിക്കൊടുക്കാണ് 60 പേർക്കും. അങ്ങനെ ഇവന് ഒരുപാട് പെണ്ണ് തീരാണ്. പക്ഷെ 60 പേർക്കും ഒരു പെണ്ണും സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ആ ടൈമിലേക്ക് ഇവന്റെ അനിയത്തിക്ക് കല്യാണം ആലോചിക്കുന്നത്. അങ്ങനെ ആ ചെക്കന്റെ സൈഡിൽ നിന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് വെറും 10-20 പേരെ മാത്രം വിളിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ഇവർ 60 പേര് ഓൾറെഡി ഉണ്ടല്ലോ, അതുകൊണ്ട് ആ കല്യാണ മണ്ഡപത്തിൽ ഓരോരോ ജോലി ഓരോരുത്തർ ഗെറ്റപ്പ് ഇട്ട് ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ ഗെറ്റപ്പ് ഇടാൻ വേണ്ടി ഡ്രസ്സില്ലാതെ ചെക്കന്റെ ഡ്രസ്സ് തന്നെ അവരെടുത്തിടുകയാണ്. അങ്ങനെ ചെറുക്കന് ഇവർക്ക് ആരാന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ കല്യാണം തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ആ ചെറുക്കനും ഈ പെണ്ണ് തന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് അവിടുന്ന് പൊക്കോളം വരാണ്. ആ ടൈമിലേക്ക് ആ മണ്ഡപത്തിന് തന്നെ തീ പിടിച്ച് കാത്തുന്നത്. അങ്ങനെ ആ മണ്ഡപത്തിലുള്ള എല്ലാവരും ആ ചെറുക്കന്റെ വീട്ടുകാരെ അടക്കവും ഈ 60 പേരായിരിക്കും രക്ഷിക്കാം. അങ്ങനെ എല്ലാവരും രക്ഷിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ഹീറോയും പിന്നെ ആ ചെറുക്കനും സമാധാനവുമാണ്. ആ ടൈമിൽ നമ്മുടെ ഹീറോയിനെ കാണാതായിട്ടുണ്ടാവും. പെണ്ണുങ്ങളെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു ടീമായിരിക്കും അവളെ കടത്തിക്കൊണ്ടിട്ടുണ്ടാവുക. നമ്മുടെ ഹീറോയും ഈ 60 പേരും ചേർന്നിട്ട് അവൾ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാണ്. അങ്ങനെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ 60 പെൺപിള്ളേരും ഒരു അനാഥാശ്രമത്തിൽ വളർന്ന പിള്ളേരായിരിക്കും. അങ്ങനെ അവസാനം ഈ 60 പേർക്കും ആ 60 പെൺപിള്ളേരെ തന്നെ സെറ്റാവുകയാണ്. അങ്ങനെ അവസാനം എല്ലാവരും ഒരേ മണ്ഡപത്തിൽ തന്നെ നമ്മുടെ ഹീറോയും ആ പെണ്ണും അവന്റെ അനിയത്തിയും അയാളുടെ ചെക്കനും ഈ 60 പേരും ഒരുമിച്ച് ഒരേ മണ്ഡപത്തിൽ തന്നെ കല്യാണം കഴിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്.